ഒരു വ്യക്തി, അത് ആണാവാം, അല്ല വേണ്ട പെണ്ണാവാം, അത് രണ്ടും പോട്ടെ, വീണ്ട പ്രാണിയാവാം. ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഫ്രീഡം, വ്യക്തി സ്വാതന്ത്ര്യം. അതായത് ഒന്ന് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ തന്നെ, അതായത് അയാൾ തന്നെ തീരുമാനിക്കുന്ന ഒരു ബേസിക് അവകാശം. കൂടുതലൊന്നല്ലെങ്കിലും കുറച്ചെങ്കിലും. പക്ഷെ ചില പെൺകുട്ടികൾ ചില വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വിടുമ്പോഴുണ്ടല്ലോ, അവരുടെ ഈ വ്യക്തി സ്വാതന്ത്ര്യം ഭർത്താവിന്റെ വീട്ടുകാർ അങ്ങ് മുഴുവനെയും പാടെ അങ്ങ് ഏറ്റെടുത്ത് ഒരു ചരടിൽ കോർത്ത് അവരങ്ങ് പിടിക്കും. പിന്നെ അങ്ങ് ചരട് വലിക്കുമ്പോൾ കളിക്കുന്ന ഒരു പാവക്കുട്ടിയായിട്ട് ഈ പെൺകുട്ടി മാറുന്നു. അതായത് എപ്പോ ഉണ്ണണം, എപ്പോ ഉറങ്ങണം, എപ്പോ വീട്ടിൽ പോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മുഴുവൻ തീരുമാനിക്കുന്നത് ഭർത്താവിന്റെ വീട്ടുകാരും കൂടിയാണ്. ചില സമയങ്ങളിൽ ഭർത്താവ് നിസ്സാരനായി മാറാം, ചില സമയങ്ങളിൽ ഭർത്താവും കൂടി എൻജോയ് ചെയ്യും ഈ പാവക്കൂത്ത്. അപ്പോൾ ഈ പാവക്കൂത്തിന്റെ അവസാനം രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഒരു ആത്മഹത്യ വാർത്ത. നമ്മളെല്ലാം കുറെ കാലം ഓർക്കുകയും പിന്നെ നമ്മൾ ഇതിൽ കൂടെ കേട്ട് ഇതിൽ കൂടെ കടന്നുപോയി മറന്നു പോകുന്ന ഒരു ആത്മഹത്യാ പത്രവാർത്തയായിട്ട് ചില പെൺകുട്ടികളുടെ ജീവിതം അവസാനിക്കുന്നു. അതിന്റെ കൂടെ അവരുടെ ജീവിതം തുടങ്ങാത്ത കുഞ്ഞുങ്ങളും അവസാനിക്കുന്നു. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മൾ കണ്ടുവരുന്നത്. രണ്ടാമത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത്രയും നാളത്തെ ജീവിത അനുഭവങ്ങളിൽ നിന്നും സഹനങ്ങളിൽ നിന്നും എല്ലാം കരുത്ത് നേടി ഒരു തീ ജ്വാല പോലെ ആരെയും കൂസാതെ എല്ലാവരെയും കത്തിച്ച് ചാമ്പലാക്കാൻ മാത്രം ശക്തി പ്രാപിച്ച് അവൾ പുറത്തു കിടക്കും. അവളാണ് പെണ്, അല്ലെ? ഷീ ഈസ് എ ഫയർ. അവൾക്ക് ഒരു കൂസലും ഉണ്ടാവില്ല, സമൂഹത്തെയും പേടി ഉണ്ടാവില്ല, വീട്ടുകാരെയും പേടി ഉണ്ടാവില്ല. അവൾ ജീവിച്ച് കാണിച്ചു കൊടുക്കും അവളെ തോൽപ്പിച്ചവരെ. അങ്ങനെയുള്ള പെൺപിള്ളേരെ ജീവിക്കാനും നമ്മുടെ സമൂഹം അനുവദിക്കോ? ഇല്ല. അവളൊരു രാത്രി ജോലി കഴിഞ്ഞ് നടന്നു വരുമ്പോൾ അവളുടെ പുറകെ ഉണ്ടാകും കുറെ പേര്. അവളൊന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങുമ്പോൾ ആ വാതുക്കൾ മുട്ടാനും ഉണ്ടാവും ആളുകൾ. എനിക്കൊന്ന് എന്റെ കൂട്ടുകാരോട് പറയാനുള്ളൂ, പണം കൊണ്ട് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റില്ലായിരിക്കും, അതിനുള്ള കഴിവ് നമുക്കില്ലായിരിക്കും. സമയം കൊണ്ടും നമുക്ക് അവരെ സഹായിക്കാൻ പറ്റില്ലായിരിക്കും, അതിനുള്ള സമയം നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ല. പക്ഷേ കുഴിയിൽ നിന്ന് കയറി പുറത്തു വരാൻ ശ്രമിക്കുന്ന ഒരാളെ വീണ്ടും ചവിട്ടി ആ കുഴിയിലോട്ട് ഇടാതിരിക്കാനായിട്ട് അത് നമുക്ക് എല്ലാവർക്കും പറ്റും, അല്ലെ? ജീവിതം തിരുത്താനുള്ളതാണ്. നമ്മൾ ആരും ജീവിച്ചു നോക്കിയിട്ടല്ല ജീവിക്കുന്നത്, ജീവിത അനുഭവങ്ങളിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. പല ജീവിതാനുഭവങ്ങളും നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഒരു തിരുത്ത് അനിവാര്യമാണ് എന്ന് തോന്നുന്ന ഒരു സമയം ഉണ്ടാകും. ആ സമയത്ത് തന്നെ തിരുത്താൻ ശ്രമിക്കുക. ആ തിരുത്ത് പിന്നെയാകട്ടെ എന്ന് വെച്ച് നീണ്ടു പോകുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഭാരമാകണ്ട എന്ന് വെച്ച് ഒരു ആത്മഹത്യാ കുറിപ്പും എഴുതി വെച്ച് ദാ മണ്ണിലേക്ക് പോകുന്നു നിങ്ങൾ. അതാണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ നിങ്ങളെ തോപ്പിച്ചവരെ ഒരു പെണ്ണായിട്ട് തന്നെ ജീവിച്ച് കാണിച്ച് അവരുടെ മുൻപിൽ കൂടെ കടന്നു പോകണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. സ്ത്രീ ഒരു അഗ്നിയാണ്. നശിപ്പിച്ചവനെ കത്തിച്ചാമ്പലാക്കാനുള്ള കഴിവ് അവൾക്കുണ്ട്. കുറച്ച് ധൈര്യം അത് മാത്രം വേണമെന്ന് മാത്രം. ബാക്കി എല്ലാം തന്നെ ഉണ്ടായിക്കോളും. നമ്മുടെ പുറകെ എത്ര പെൺകുഞ്ഞുങ്ങളാണ് വളർന്നു വരുന്നതെന്നറിയോ? എന്തൊക്കെ സ്വപ്നങ്ങളാണ് അവർ കാണുന്നതെന്നറിയോ? ചത്ത് കാണിച്ചു കൊടുക്കല്ല, അവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. കണ്ടുപഠിക്കട്ടെ അവര്.